പിന്നെ ഒരു കാര്യം, എനിക്ക് പുട്ടുണ്ടാക്കാനുള്ള ചിരട്ടപ്പുട്ടിൻ്റെ എൻ്റെ ചില്ല് കാണാതെ പോയി. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ അപ്പച്ചട്ടി എല്ലാം അപ്പച്ചെമ്മിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാം. നമുക്കിന്ന് പാൽപ്പുട്ടുണ്ടാക്കിയാലോ? ഒരു വെറൈറ്റിയാണ്. കുറച്ച് ട്രെൻഡിങ് കഴിഞ്ഞാണെങ്കിൽ ഞാനിപ്പോൾ ട്രെൻഡാക്കുവാണ്. ആദ്യമേ നല്ലൊരു ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പുട്ടുപൊടി ഞാൻ ഇന്നലെ വൈകിട്ട് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഇത് ചൂടുവെള്ളത്തിനകത്ത് വെച്ചിട്ട് കുഴച്ച് ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. അത് ഞാനൊരു 2 സ്പൂൺ തേങ്ങയുടെ 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സ്പൂണാണ്. ആ സ്പൂണിനകത്ത് 2 സ്പൂൺ തേങ്ങ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മിക്സ് അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും മിൽക്ക് പൗഡറും എല്ലാം ഒന്നിച്ച് ചേർന്ന് അരിപ്പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ക്യാരറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ക്യാരറ്റ് കേക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. നല്ല ടേസ്റ്റായത്. ഇത് പ്യൂർ ഗീ ആണ്. പ്യൂർ ഗീ കുറച്ച് പ്യൂർ ഗീയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. കുറച്ച് ആഡ് ചെയ്യും. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ ഒരു കാര്യം, എനിക്ക് പുട്ടുണ്ടാക്കാനുള്ള ചിരട്ടപ്പുട്ടിൻ്റെ എൻ്റെ ചില്ല് കാണാതെ പോയി. അപ്പോൾ പിന്നെ ഞാൻ നമ്മുടെ അപ്പച്ചട്ടി എല്ലാം അപ്പച്ചെമ്മിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ടീ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അപ്പച്ചെമ്മി ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ട് വേകാനിട്ട് വെച്ചിരിക്കുകയാണ്. ആവി വേവിക്കാനിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചിരട്ടപ്പുട്ടില്ലേലും നമ്മൾ അപ്പച്ചമ്പിനകത്ത് അതേ സെയിം ടേസ്റ്റോടുകൂടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി ഞാൻ കഴിച്ചു.